ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ 2 പച്ചമാങ്ങയും അതുപോലെ തന്നെ 2 നല്ല എരിവുള്ള പച്ചമുളകും ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതേ പച്ചമുളക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു സൈഡ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മാങ്ങ കുക്കായി കിട്ടാൻ കുറച്ചും കൂടെ സമയമെടുക്കും. നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. ഇപ്പോൾ അതേ പച്ചമുളക് 2 റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കൊരു 3 വലിയ വെളുത്തുള്ളി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മാങ്ങയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് മുരിഞ്ഞ് കുക്കായി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഇതിൻ്റെ തോലൊന്ന് കളയണം. ആ കരിഞ്ഞ ഭാഗമൊന്നും ഇല്ലാത്ത രീതിയിൽ തോല് നല്ലപോലെ പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അതുപോലെ പച്ചമുളകിൻ്റെ ഒക്കെ തോല് നടത്തിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് രസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പച്ചമാങ്ങ വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ മിക്സാണ്. അത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ മാങ്ങയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചുട്ടെടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു സ്മോക്കി ഫ്ലേവറും കൂടെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 മുതൽ 2 കപ്പ് വരെ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴും ഒരുപാട് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കേണ്ട. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ബാക്കി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ രസത്തിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു രസത്തിൻ്റെ മണം വരുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം.